ഹായ് ഫ്രണ്ട്സ്, മദർ മജാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ട് ബാബാബയുടെ ഒരു ടീസർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ. ടീസർ നോക്കിക്കഴിഞ്ഞാൽ ഇടിപെട്ട് സാധനം. നമ്മൾ ആ ഒരു ഹൈപ്പിലിരുന്ന് അതിൻ്റെ ഡബിളായിട്ടാണ് നമുക്ക് ഈ ടീസറിൽ കാണാൻ പറ്റിയത്. വിനീത് ശ്രീനിവാസനാണെങ്കിലും ഇതുവരെ ചെയ്യാത്തൊരു സൈക്കോ മൂഡ് സാധനം. പിന്നെ ധ്യാനം അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് തോന്നുന്നു ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ദിലീപേട്ടനെ വെച്ച് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ വാളയാർ പരമശിവത്തിൻ്റെ ആ സിനിമയില്ലേ, റൺവേയിലെ ആ അടിസഖ്യ എന്നൊക്കെ പറഞ്ഞ ആ ഒരു എനർജി ഇല്ലേ, അത് ഒട്ടും ചേരാതെ അത് ഡബിളായിട്ടാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് ആ പുള്ളിയുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി നാളിന് ശേഷമാണ്. അപ്പോൾ എന്തായാലും ടീസർ കണ്ടപ്പോൾ തന്നെ പടത്തിനോടുള്ള ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒന്നുകൂടെ ഡബിളായിട്ട് വർദ്ധിച്ചെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ടീസർ കാണാത്തവർ പോയി കാണുക. സൂപ്പർ ടീസറാണ്, ഇട്ടിഫെട്ടാണ് മേക്കിങ്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഐറ്റം തന്നെയാണ്. ഒരു മാസ് അഴിഞ്ഞാട്ട ലോഡിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമയുടെ ഒരു ഹൈപ്പ് കൂടാൻ തന്നെ കാരണം നമ്മുടെ ഗില്ലി റെഫറൻസ്, നമ്മുടെ ഇതിൻ്റെ പോസ്റ്ററൊക്കെ നേരത്തെ ഇറങ്ങിയപ്പോഴേ ആ ഒരു ജീപ്പിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ ഭയങ്കര ഹൈപ്പ് കയറിയായിരുന്നു. അപ്പം നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന വിജയ് ഫാൻസൊക്കെ ഇതിൻ്റെ ഒരു ഫാൻ ഷോസ് തന്നെ ചാർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വിജയ് റെഫറൻസ് നമുക്ക് ഈ ടീസറിൽ നോക്കിക്കഴിഞ്ഞാൽ വിജയ് റെഫറൻസ് ഒത്തിരി ഉണ്ട്. നമ്മുടെ ദിലീപ് ഒരു പോലീസുകാരനെയൊക്കെ ഇടിച്ചിട്ടിട്ട് നമ്മുടെ സിഗരറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലിയോദാസിൻ്റെ ഒരു എൻട്രി സീനിൽ അങ്ങനെ സെയിം സാധനമുണ്ട്. അപ്പം അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ജീപ്പ് അത് വരുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഒരു അലർച്ച അല്ലെങ്കിൽ ഒരു ബഹളമൊക്കെ തന്നെ കാണും. അപ്പം പിന്നെ ഒത്തിരി റെഫറൻസുകളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കാല് അതിനകത്തൊരു വന്നായിരുന്നു. ആ ടീച്ചർ ശ്രദ്ധിച്ചാൽ അറിയാം, പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതിൻ്റെ ബാക്ക് വശത്ത് ദിലീപേട്ടനുണ്ട്, അത് ബ്ലറായിട്ടാണ് കാണുന്നത്. അപ്പം എന്തായാലും ഒരു ഇടിവെട്ട് സാധനമാണ് വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നമുക്ക് ഇതിൻ്റെ ടീസർ കാണുമ്പോൾ തന്നെ അറിയാം. ഇനിയിപ്പം സോങ്സ് ഇറങ്ങാനുണ്ട്, ട്രെയിലർ ഇറങ്ങാനുണ്ട്. അപ്പം എന്തായാലും ഒരു കിട്ടില്ല സാധനം. ഇത് വെറും ഒരു തീപ്പൊരി എന്ന് പറയാം നമുക്ക്. ഇനിയിപ്പോൾ കാട്ടുതീയാണ് വരാൻ പോകുന്നത്, അല്ലെ അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു സീൻ സാധനമാണ്. നിങ്ങൾക്ക് ടീസർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ജനപ്രിയ നായകൻ്റെ തിരിച്ചുവരവ് ഡബിൾ സ്ട്രോങ് ആയിട്ടാണെന്ന് തന്നെ നമുക്കിപ്പോൾ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയണ്ടേ, എന്തായാലും ഒരു തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു ടീസർ വന്നത്. അപ്പോൾ എനിക്ക് ടീസർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.